ഹായ്, വെൽക്കം ടു എൻലൈൻഡേഴ്സ്. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ദി കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ചാപ്റ്ററുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോകാൻ പറ്റും. സോ എന്ത് ചെയ്യുക, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. സോ ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാം മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 2 ടോപ്പിക്സ് ആണ്. അത് നമ്മളെ ഹെഡിങ് തന്നെ നമുക്ക് കിട്ടും. പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ കപ്പാസിറ്റൻസ്, ഇങ്ങനെയുള്ള 2 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോകാം. അതിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഇതിനെ കുറിച്ച് നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഡെറിവേഷൻ വരുന്നുണ്ട്. സോ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് of an electric field can be defined as the work done by an external force to bring a charge from infinity to the point. സോ ഇതാണ് നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫിഗർ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫിഗർ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് ഫ്രം ഇൻഫിനിറ്റി നമ്മൾ കൊടുക്കുന്നത് W is equal to F external dot dr ആണ് വരുന്നത്. ഇന്റഗ്രൽ F ഇൻറ്റു dr ആണ് വരുന്നത്. നമുക്കറിയാം F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി എഴുതാൻ പറ്റും. QE എന്നത് മാറ്റി എഴുതാൻ പറ്റും. സോ മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു P QE ഡോട്ട് dr ആണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇതിനെ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിനെ നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ W is equal to മൈനസ് Q ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു P E ഡോട്ട് dr എന്ത് ചെയ്താൻ പറ്റും, നമുക്ക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. The work done is stored as the electrostatic potential energy എന്നത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ് ആണ് വരുന്നത്. അഥവാ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കൊടുത്തത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു P എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. സോ നമ്മൾ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്തത് ഇൻഫിനിറ്റി ടു P എന്നാണ് ഡിഫൈൻ ചെയ്തത്. സോ ഇവിടെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് A to B എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രലിൽ ഡിഫൈൻ ചെയ്യുന്നത് A to B എന്ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടും. WAB is equal to minus Q into integral A to B E dot dr എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഇക്വേഷന് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു പാഠമൊന്നല്ല, നമുക്ക് ഈ ഒരു എൻ്റെ ഫിസിക്സ് +2 ഫിസിക്സ് മൊത്തം ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അഥവാ V എന്ന് പറയുന്ന ക്യാപിറ്റൽ V കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലോട്ട് പോവാം. Electric potential at a point in an electric field is defined as the work done per unit charge to bring a charge from the infinity. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പോയിന്റ്, ഒരു ചാർജിനെ എന്ത് ചെയ്യാണ്, ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാനാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു പോയിന്റ് ചാർജിനെ ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് അഥവാ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നോക്കാനുള്ളത് ഇവിടെ ഒരു പോയിന്റ് ചാർജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടും. V is equal to W/Q നമ്മൾ എന്ത് ചെയ്തിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് വർക്ക് ഡൺ ബൈ ചാർജ് ആണ് എന്ത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാം. ഈ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വോൾട്ട് ആണ് വരുന്നത്, ഇതിന്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്ന വോൾട്ട് ആണ്. ഒപ്പം ജൂൾ പെർ കുളം എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ഇക്വേഷൻ ഇതിന്റെ ഡിറൈവ് ആണ്. V is equal to മൈനസ് ഇൻഫിനിറ്റി ടു R E ഡോട്ട് dr എന്ന് എന്ത് ചെയ്താൻ പറ്റും, ഈ ഒരു പൊട്ടൻഷ്യലിനെ നമുക്കൊരു ഇക്വേഷൻ മാറ്റി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ നോക്കി ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് നോക്കാൻ ΔV ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാൻ. സോ അതെന്ത് ഒരു ഡിഫറൻസ് നോക്കുന്ന സമയത്ത് A to B എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ആവശ്യമായത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ΔV is equal to ΔW by Q ആണ് വരിക. Q
ക്യൂ ചേഞ്ച് ചെയ്യില്ല. സോ ക്യൂ ആണ് വരിക. സോ ഡബ്ല്യു എ ബി എന്നാണ് വരുന്നത്. സോ നമ്മൾ ജസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. മറ്റൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈനസ് ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ എന്ന് എന്ത് ചെയ്താൻ പറ്റും, ഇക്വേഷൻ നമുക്ക് ഇത് ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഒരു 4 പോയിന്റ്സ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിറ്റർമൈൻ ദി ഫ്ലോ ഓഫ് ചാർജ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് ദി ഇൻഫിനിറ്റി 0 ആയിരിക്കും. പിന്നെ നോക്കാനുള്ളത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് ആണ് എന്നും കൂടി എന്ത് ചെയ്യുക, കൺസർവേറ്റീവ് ഫീൽഡുകളായിരിക്കും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ടായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ്. ഇത് ഡെറിവേഷൻ ആണ് വരുന്നത്. സോ ഇനി അങ്ങോട്ട് ഒരു 2-3 ഡെറിവേഷൻസ് കാര്യങ്ങളാണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. സോ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. Electric potential due to a point charge. Now the work done to bring the charge from the infinity to the P is, അഥവാ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റിയിൽ നിന്നൊരു ചാർജിനെ കൊണ്ടുവരികയാണ്. സോ ഇതിനുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഫിഗറിൽ കൊടുത്ത പോലെ എന്ത് ചെയ്യാണ്, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറഞ്ഞ കൺസിഡർ ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിൽ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് മുതൽ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് ഡോട്ട് ഡി എക്സ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ക്യൂ ഇ ഡോട്ട് ഡി എക്സ് എന്ന് കിട്ടും. മൈനസ് ക്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് വെക്കാൻ പറ്റും. സോ ഇ ഡോട്ട് ഡി എക്സ് എന്ന് എന്ത് ചെയ്യും, ഇക്വേഷൻ കിട്ടും. ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എക്സ്. ഇതിൽ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 Q1 Q2/r² ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ക്യാപിറ്റൽ ക്യൂ ആണ്. അപ്പോൾ ആ ഒരു ക്യൂവിനെ കൊടുത്തു. അതുപോലെ തന്നെ r² എന്ന് പറഞ്ഞാൽ എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ x² ആവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ക്യൂ ഓൾറെഡി പുറത്തുണ്ട്. 1/4πε0 നമ്മൾ എന്ത് ചെയ്ത് പുറത്തേക്ക് എടുത്തു. ഒപ്പം എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ ക്യൂനെയും പുറത്തേക്ക് എടുത്താൽ ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/x² dx ആയിരിക്കും ഇക്വേഷൻ ഉണ്ടാവുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇൻറ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻n+1/n+1 എന്നാണ്. അപ്പോൾ x⁻−1/-1 എന്ന് കിട്ടും. സോ -1/x എന്ന് ഫൈനലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രൽ വാല്യൂ മാറ്റി എഴുതാൻ പറ്റും. സോ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ -q × 1/4πε0 × q ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആയതുകൊണ്ട് ഇൻഫിനിറ്റി ടു r -1/x ആണ്. ഇതിൽ -1/x നമ്മൾ എന്താണ് കോമൺ ആയിട്ട് മൈനസിനെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മൈനസ് ക്യൂവിലുള്ള ആ ഒരു മൈനസ് പോസിറ്റീവായി മാറും. 1/r-1/∞ എന്നാണ് വരിക. 1/∞ നമുക്കറിയാം 0 ആണ്. സോ 1/r എന്നാണ് വരിക. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1/4πε0 q × q/r എന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നത്. ഇതിലെന്ത് ചെയ്യണം, നമ്മൾ നൗ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദി പി എന്ത് ചെയ്യാണ്, കണ്ടുപിടിക്കുക. വർക്ക് ഡണ്ണിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്ത് 1/4πε0 q × q/r/q എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേഷൻ കിട്ടും. സ്മാൾ ലെറ്റർ ക്യൂ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. 1/4πε0 q/r എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേഷനായിട്ട് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ചാൽ ഇഫ് ക്യൂ ഈസ് പോസിറ്റീവ് ദെൻ വി ഈസ് പോസിറ്റീവ് ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ ക്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വൈയും പോസിറ്റീവ് ആയിരിക്കും. ഇനിയിപ്പോൾ ക്യൂ നെഗറ്റീവാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വിയും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. നെക്സ്റ്റ് നോക്കാനുള്ളത് r ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ v ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r² ആണ്. അതുപോലെ തന്നെ v ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r ആണ് വരുന്നത്. അപ്പോൾ ഈ ഡിഗ്രീസസ് മോർ റാപ്പിഡ്ലി ദാൻ വി, അഥവാ വിനേക്കാളും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, ഇ കുറയും. കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r² ആണ് വരുന്നത്. വി എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു r ആണ് വരുന്നത്. അതിൻ്റെ ഗ്രാഫ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. എ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദ പി ഡ്യൂ ടു ദി സിസ്റ്റം ഓഫ് ചാർജസ് ബൈ എ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഈസ്. നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പോയിന്റ് ചാർജിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്.
ഒരുപാട് ചാർജസിൻ്റെ ഉള്ളിൽ നമ്മളൊരു പോയിന്റ് പി എന്ന് പറയുന്ന കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Q1 Q2 Q3 Q4 ഇങ്ങനെ ചാർജസ് ഉണ്ട്. ഡിസ്റ്റൻസ് വരുന്നത് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ V is equal to V1 plus V2 plus V3 ആണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ സം ആയിരിക്കും വരിക. അപ്പോൾ V is equal to 1/4πε0 Q1/R1 P plus 1/4πε0 Q2/R2P പ്ലസ് 1/4πε0 Q3/R3P ഇങ്ങനെ എന്ത് ചെയ്യും പോകും. ഇതിന് കോമൺ ആയിട്ട് 1/4πε0 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ Q1/R1P പ്ലസ് Q2/R2P പ്ലസ് Q3/R3P എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേഷൻ ആയിട്ട് കിട്ടും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡൈപോൾ കൺസിഡർ ചെയ്യണം. നമുക്കൊരു ഡൈപോളിൻ്റെ ഫോർമാറ്റ് അല്ലെ, ഒരു +q ആൻഡ് -q ചാർജ് ഒരു 2a ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുന്നതാണ്. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ പി ഡ്യൂ ടു ഡൈപോൾ ചാർജസ് ആർ ഫിഗർ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാണ്, ഡൈപോൾ കൺസിഡർ ചെയ്തു, പി എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. പിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സെൻറ്ററിലോട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് r എന്ന ഡിസ്റ്റൻസാണ് നമ്മൾ എടുക്കുന്നത്. സോ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +qയിൽ നിന്ന് പിയിലോട്ടും R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -qയിൽ നിന്ന് പിയിലോട്ട് വരയ്ക്കുന്ന ലൈനുകളാണ്. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. അഥവാ നമുക്ക് തീറ്റ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം ഹൈപ്പോട്ടനസ് കാണുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാലോ. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് cos θ = OM/A എന്ന് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A cos θ എന്ന് OM എന്ന് പറയുന്ന സൈഡിനും കിട്ടും, ON എന്ന് പറയുന്ന സൈഡിന് A cos θ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് സൈഡും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. ഇനി എന്താ, നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. V = V1 + V2 ആണ്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 Q/R ആണ്. ഇതിൽ കൊടുക്കുന്ന Q/R1 പ്ലസ് -Q/R2 എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്ത് ഇതിനെ കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ മൈനസ് ചിഹ്നം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 Q × 1/R1 - 1/R2 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യണം, R1ൻ്റെയും R2ൻ്റെയും വാല്യൂ ഡിഫൈൻ ചെയ്യണം. സോ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP-യോട് ഓക്കെയാണ്, ഓക്കെ അല്ലേ. ഫിഗറിൽ AP എന്ന് പറയുന്ന ഇതിന് അപ്രോക്സിമേറ്റ്ലി PM എന്ന് പറയുന്ന ലൈനിന് ഓക്കെയാണ്, ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. സോ PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ A cos θ OM ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ R - A cos θ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ R2 എന്താണ്, BP ആണ് R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ BP അപ്രോക്സിമേറ്റ്ലി PN എന്തായിരിക്കും, ഈക്വൽ ആയി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, R + A cos θ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എഴുതാൻ പറ്റും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/R - A cos θ - 1/R + A cos θ എന്ന് വരും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ആയിട്ട് വരുന്നത്, നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതിനൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ A cos θ + A cos θ/R² - A² cos² θ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇക്വേഷൻ കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, 1/4πε0 × Q × 2a cos θ/R² - A² cos² θ നമുക്ക് എന്ത് ചെയ്യും, ഇക്വേഷൻ കിട്ടും. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, 2AQ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 P cos θ/R² - A² cos² θ നമുക്ക് എന്ത് ചെയ്ത് ഇക്വേഷൻ കിട്ടി. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്തിട്ട് അതുപോലെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനേക്കാൾ വളരെയധികം വലുതായിരിക്കും. സോ A നെഗ്ലിജിബിൾ ആണ്. സോ നമ്മൾ എനെ കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ V = 1/4πε0 P cos θ/R² എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കാനുള്ള സ്പെഷ്യൽ കേസസ് ആയിട്ട് 2 കേസുകൾ നോക്കണം. അഥവാ അറ്റ് ദി ആക്സിയൽ പോയിന്റ് θ 0° ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ θ 180 ഡിഗ്രി ആയിരിക്കും. ഈ 2 ടൈമിൽ നമുക്ക് വരുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ± 1/4πε0 P/R² ആയിരിക്കും വരിക. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ കേസ് 2ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ഇക്വിറ്റോറിയൽ പോയിന്റിലാണ് എന്നുണ്ടെങ്കിൽ θ 90° അല്ലെങ്കിൽ 270° ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, 0 ആയിരിക്കും വരിക. ഓക്കെ അല്ലേ, കാരണം cos θ cos 90 0 ആയതുകൊണ്ട് ടോട്ടൽ 0 ആയി പോവും. സോ ഇത് 2 കേസസ് ആയിട്ട് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുന്ന് നോട്ട് ചെയ്യാൻ എന്താണ്, ഫോർ എ ഡൈപോൾ ദ പൊട്ടൻഷ്യൽ വാരീസ് ആസ് 1/R² എന്ന് എന്ത് ചെയ്താൽ നോട്ട് ചെയ്ത് വെക്കുക. 1/R² ആയിട്ടാണ് ഒരു ഡൈപോളിൽ പൊട്ടൻഷ്യൽ വാരി ചെയ്യുക.